ആം, ഏകദേശം 10-35 വയസ്സ് പ്രായമുള്ളൊരു യങ് ബിസിനസ്മാൻ. വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുക്കൽ അപ്പോയിൻമെൻ്റ് എടുത്തു വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് എൻ്റെ കൈയും കാലൊക്കെ തളർന്നു പോകുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ ഒരാഴ്ചയോളമായി എനിക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നില്ല. മനസ്സിന് ഭയങ്കര ഒരു ഒരു ഭാരം വന്ന് നിൽക്കുകയാണ്. തലയ്ക്കകത്തൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുക പോലെ മറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പം എൻ്റെ ബിസിനസ്സിലായാലും ഇനി അങ്ങ് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. എപ്പോഴും എനിക്ക് എന്തൊക്കെയോ ആകുലതകളാണ്. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സ്. എനിക്ക് എന്തെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നത് എന്തെങ്കിലും ഗുളികയൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആകണം എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സിംറ്റംസ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ആങ്സൈറ്റി സ്പെക്ട്രത്തിലുള്ള ചില ഉം, ഉം, സിംറ്റംസ് ആണ് കാണുന്നത്. ഉം, ആങ്ഷ്യസ് ആണ് ഉം, ആള്, സ്ട്രെസ് ആണ്. അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തിലിരിക്കുവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെന്താണ് കാരണം എന്നുള്ളതിൻ്റെ ഒരു കാരണത്തിലേക്ക് പോകും. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഒരു സമയത്ത് ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ പറഞ്ഞു, സിസ്റ്ററിന് അറിയാലോ ഞാനൊരു നല്ലൊരു ബിസിനസ് മാനാണ്. ഉം, വളരെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഫേവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അടുത്തിടയ്ക്കുണ്ടായ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ, ഉം, ഞാൻ എന്നെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. ഉം, ഉം, അപ്പം തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് എൻ്റെ കൈയും കാലും ഒക്കെ അങ്ങ് തളർന്ന് ആകെ ഞാൻ മരവിച്ച് പോയി. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ, ഒരു നല്ലൊരു അസോസിയേഷനിലെ ഒരു സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രമാത്രം നല്ലൊരു എഫിഷ്യൻസി ഉള്ള ആളാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ കുറച്ചുകൂടി സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ പറയാ, സിസ്റ്റർ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി, ആ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എഴുതാനും വായിക്കാനും ഉം, അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചു പോയത്? അപ്പോഴത്തേക്ക് പറഞ്ഞത്, സിസ്റ്റർ ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി പോയതാണ്. ഉം, ദൈവകാരുണ്യം കൊണ്ട് ഞാൻ പാസ്സായി ഉം, പോയതാണ്. കാരണം ഇന്നും എനിക്ക് ഏതെങ്കിലും ഒരു വാക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. ഉം, ഇപ്പോൾ ഒരു വാചകം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് എന്താണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ലോഡ് കയറ്റി വിട്ടിട്ടുണ്ട് ഉം, എന്ന് പറയുവാണെങ്കിൽ ഈ കേരളത്തിലേക്ക്, അപ്പോൾ അവിടെ എന്നതായിരിക്കും വരേണ്ടത്? ലായ്ക്ക് മുമ്പാണോ അതിന് ഉം, പിമ്പാണോ? ഉം, ഈവൻ മലയാളത്തിലും അതുപോലെ തന്നെ, ഇംഗ്ലീഷിലും. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ. ഉം, ഇംഗ്ലീഷിലൊക്കെ ചില കാര്യങ്ങൾ എഴുതി വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഉം, ആയിപ്പോകും. അപ്പോൾ പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞ, സിസ്റ്റർ ഞാൻ ഗോഡ് എന്നാ എഴുതിയത്, ഉം, പക്ഷേ അത് എൻ്റെ കൊച്ചിനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ ഡോഗ് എന്നായിപ്പോയി എന്ന്. അപ്പോൾ അത്രയ്ക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കാൽക്കുലേഷൻ ഇതുപോലെ തന്നെ ഉം. എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. കാൽക്കുലേഷനിൽ ബുദ്ധിമുട്ടുള്ള ആളെങ്ങനെ ബിസിനസ് അതാണ് നമുക്ക് നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത്, ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അനുജനുണ്ട്, അനുജൻ സഹായിക്കുമായിരുന്നു എഴുതുമ്പോഴേക്കൊക്കെ. പ്രത്യേകിച്ച് കണക്കുകളൊക്കെ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ലെഫ്റ്റിലിടേണ്ട സംഖ്യ കൊണ്ട് റൈറ്റിലിടും, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഏതാണ് വരണ്ടേന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയാ 1092 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1092 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൺഫ്യൂസ്ഡ് ആണ്. പുള്ളിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യകാലങ്ങളിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് കൂടെ ഉണ്ട്, എഴുതിപ്പിക്കും, അങ്ങനെയൊക്കെയാ. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിൽക്കാനും ബിസിനസ് ട്രിക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്സ്. എക്സലന്റ് ആണ്. ഓക്കെ. ആ, പക്ഷേ ഇവർക്കൊക്കെ ഒരു പ്രത്യേക കഴിവിൽ ഇവര് ഭയങ്കര എക്സലന്റ് ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ സാധാരണയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മുടെ ഒരു പ്രാക്ടീസിൽ ഞാൻ കണ്ടിരിക്കുന്നത് അത് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ക്രിയേറ്റീവ് തിങ്കിങ് അതെ, ആയിരിക്കും, അതെ, അതെ. പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും. പിന്നെ കുറച്ച് എമ്പത്തറ്റിക് അപ്രോച്ച് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യും. പറയും ചെറിയ ക്ലാസ്സിലെ കുട്ടി അല്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ മിടുക്കരല്ലെങ്കിലും പക്ഷെ അവരൊക്കെ ഉയർന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുന്നത് കാണാം നമ്മുടെ സൊസൈറ്റിയിൽ. ഓക്കെ. അപ്പം അതേപോലെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ഇത് പ്രസന്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം, ഈ അഡൾട്ടിലും ലേണിംഗ് ഡിസബിലിറ്റീസ്, അതായത് അഡൾട്ട് ആയതിന് ശേഷം ഉണ്ടായ പഠന വൈകല്യമല്ലത്, ചെറുപ്പത്തിലേ മുതൽ കുഞ്ഞിലേ തൊട്ട് ഉണ്ട്. ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ പോലെ എന്തൊക്കെയോ ദൈവകൃപ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഈ എഴുതണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനാ. അതുകൊണ്ട് മറ്റു ആക്ടിവിറ്റീസിലൊക്കെ ചേരും. പിന്നെ ടീച്ചേഴ്സിനെ നന്നായിട്ട് അങ്ങ് പ്ലീസ് ചെയ്യും. അപ്പൊ ടീച്ചറിന്റെ മുൻപിൽ നല്ല ഗുഡ് ലിസ്റ്റിൽ നിൽക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചോദ്യം ചോദിച്ചാൽ പറയാൻ അറിയാം. പക്ഷെ അത് എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പാഠം എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ പുള്ളി ഒരു പാരഗ്രാഫൊക്കെ ആരെങ്കിലും കൂട്ടുകാരോടൊക്കെ ചോദിച്ചത് കാണാപ്പാടം എന്ന പോലെ പഠിക്കും. എന്നിട്ട് അത് വായിക്കാനായിട്ട് പറയുമ്പോൾ ഓൾമോസ്റ്റ്
ആ അക്ഷരങ്ങളൊക്കെ നിക്കണ സ്ഥാനം മാനമൊക്കെ കണ്ടോണ്ടങ്ങ് വായിക്കും എന്ന് പറഞ്ഞു.